ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന അതിഗംഭീരമായ അപ്ഡേറ്റിന് മലയാള സിനിമയുടെ ശരിക്ക് ഇന്നലെ ഇറങ്ങിയൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. പക്ഷെ ഒരുപാട് പേര് ഇതിൽ കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ഇതുപോലൊരു പോസ്റ്റർ ചിലപ്പോൾ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും. കാരണം ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കിടുകിടുകിടുക്കാച്ചി വെറൈറ്റി. കാരണം ഈ തീന്മേഷനെ ആസ്പദമാക്കിയിട്ടൊരു സിനിമ വന്നിട്ടുണ്ട്, വിക്രം. അതിങ്ങനെ അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ കാണിച്ചിട്ട് അത് വീഡിയോ ആണ്. പക്ഷേ ഇതൊരു മാതിരിപ്പെട്ട ഭൗമ ഒരു റഹീനസ് ബാബു എന്ന വ്യക്തിയാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. പുതിയ നവാഗതനായിട്ടുള്ളൊരു ഡയറക്ടർ തന്നെയാണ്. പക്ഷേ ഇത് നായകനാകാൻ വരുന്നത് നമ്മുടെ ദിലീഷ് പോത്തനുണ്ട്, പിന്നെ സാഗർ സൂര്യ ഉണ്ട്, പിന്നെ നമ്മുടെ മധുബാല്, ജാഫർ ഇടുക്കി, ലേന, അങ്ങനെ അനവധി ഒരു മികച്ചൊരു അഭിനയം കാഴ്ചവെക്കുന്ന നടന്മാരും നടിമാരുമാണ് ഈ സിനിമയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്താണെന്നൊരു ഐഡിയ ഇല്ല. കാരണം ഭയങ്കരമായിട്ട് ഒരു നമ്മൾ ഈ സിനിമയിൽ ഈ ഒരു ഫസ്റ്റിലേക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഒരു ആശ്ചര്യം പറഞ്ഞാൽ എന്താണിത് മീൻ ചെയ്യുന്നത് ഒരു ഐഡിയ ഇല്ല. കുറേ പ്രാവശ്യം തിരിഞ്ഞ് മറിഞ്ഞ് നോക്കി ഈ പോസ്റ്റർ ഞാൻ. പക്ഷേ ഒരു തീന്മേഷിൽ പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇവരൊക്കെ നമ്മളെ നോക്കി മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് ഈ തീന്മേശയും ഈ ഇങ്ങനെയൊരു സെറ്റപ്പും തമ്മിൽ കണക്റ്റഡ് ഈ സിനിമ എന്നുള്ളത് അറിയാൻ ഭയങ്കരമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഒരു പേര് തന്നെയാണെങ്കിൽ ഒരു വെറൈറ്റി പേര്. പിന്നെ എന്താ പറയുക, ഇതിൽ ഭൗമ എന്ന് കൊടുത്തത് എന്ത് മീനിങ് ആണെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടോ. എന്നാലും പടം ഒരു ഫസ്റ്റ് ഷോയ്ക്കുള്ളതെല്ലാം ഉണ്ട്. കാരണം ആ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്ററിൽ തന്നെ കാണിച്ച സ്ഥിതിക്ക് എന്താ നായകനും പിന്നെ ഈ കപ്പിത്താനായി കിടക്കുന്ന റഹീനും ഇവരൊക്കെ അത്യാവശ്യം പണി അറിയുന്ന ടീം തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. കാരണം അല്ലാതെ ഇമ്മാതിരി ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പോസ്റ്റർ ഇറക്കാൻ മാത്രം ധൈര്യപ്പെടില്ല. കാരണം സാധാരണ എല്ലാവരും അവരുടെ ആശയങ്ങൾ വളരെ ഈസി വേയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ടീമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഈസി വേ ആണ്. പക്ഷേ സംതിങ് യു നീഡ് ടു സ്പെൻഡ് ടൈം അല്ലേ. അങ്ങനെ ഒരു കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ സാധനം കിട്ടൂ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളൊരു ഡയറക്ടറാണ് ഇയാൾ. എന്തായാലും പടം ഒരു സൂപ്പറാണ്. അതിൽ ക്യാപ്ഷൻ തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഒരു ഉറപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള ക്യാപ്ഷനൊക്കെ ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ സംഭവം ഒരു ഇടിവെട്ട സാധനം പോലെ തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് ഭൗമെന്ന് അതിൻ്റെ ഒരു ട്രയാങ്കിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇടയിൽ വെച്ചിട്ട്. എന്താണ് ഈ 7 ട്രയാങ്കിളും മറ്റേ നമ്മുടെ ഇതുപോലെ ഉണ്ട്, ഇലുമിനാറ്റി പോലെ ഉണ്ടല്ലേ. അതെന്തോ ഇനിയിപ്പോൾ അങ്ങനെ വല്ല കണക്റ്റഡ് ആണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ സിനിമ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഡേ കാണാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി വന്നു. എന്തായാലും ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ പോകുന്നതായിരിക്കും നിങ്ങളെപ്പോലെ ഞാനും. എന്തായാലും നമുക്കെല്ലാവർക്കും ഇനി വരും ദിവസങ്ങളിൽ ഇതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ വരാനുണ്ട്. അപ്പോൾ വരുന്ന ആദ്യം വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ. എല്ലാവരും ഫുട്ബോളെല്ലാം കണ്ട് ആർത്തുല്ലസിച്ചിരിക്കുന്നറിയാം. എന്തായാലും ഇനിയും വരും ഫുട്ബോൾ. ഇനി ഇഷ്ട ടീമുകളൊക്കെ വിജയിക്കും. എല്ലാവരും സേഫായിരിക്കുക, കെയറായിരിക്കുക. ഓക്കെ ബൈ, സീ യു.